الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله. വലിയ സന്തോഷമുള്ള ഒരു വേളയാണിത്. വിശുദ്ധ ഖുർആൻ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു കൂടിയിരുത്തമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശ്രമം സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ അഹലുകാരായി തീരുവാനും വിശുദ്ധ ഖുർആനിൻ്റെ ശുപാർശ അർഹരായ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തെ വരവേൽക്കുന്ന അതിനുള്ള തയ്യാറെടുപ്പും ശാരീരികമായും മാനസികമായുമുള്ള എല്ലാ നിലക്കുമുള്ള തയ്യാറെടുപ്പിൻ്റെയും മാസമാണല്ലോ ശഅബാൻ മാസം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസത്തിൽ ഈ ഒരു വിഷയം നാം ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു ഹുദൻ ലിന്നാസ് ഹുദൻ ലിൽ മുത്തഖീൻ. ലോകജനങ്ങൾക്ക് ഹിദായത്തായിട്ട്, വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും ഹിദായത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് 23 വർഷങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായിട്ടാണ്. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന് 2 അവതരണങ്ങളുണ്ട്, അഥവാ ഖുർആനിൻ്റെ 2 നുസൂലുകളുണ്ട്. ഒന്നാമത്തെ നുസൂല് ഒറ്റ ഘട്ടമായിട്ട് ഖുർആൻ പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ച ആ ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 23 വർഷങ്ങൾക്കുള്ളിൽ കാലക്രമേണ ഘട്ടം ഘട്ടമായി, അറബിയിൽ പറയുകയാണെങ്കിൽ മുനജ്ജമൻ മുഫറഖനായി അവതരിപ്പിക്കപ്പെട്ട രീതി. ഇതാണ് രണ്ടാമത്തെ ഖുർആനിൻ്റെ അവതരണ രീതി. അപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ഒറ്റയടിക്ക് താങ്കൾക്ക് അവതരിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ പല മറുപടികളും കൊടുക്കുന്നുണ്ട്. കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക്, താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് നാം അപ്രകാരം ചെയ്തത്. വഖുർആനൻ ഫറഖനാഹു ലിതഖറഅഹു അലന്നാസി അല മുക്തിൻ, അതായത് സാവകാശം താങ്കൾക്ക് ഓതിക്കൊടുക്കുവാൻ, പാരായണം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് അവതരിച്ചതിന് പല ഹിക്മത്തുകളും യുക്തിയും പല ഉദ്ദേശങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുക. അതേപോലെ തന്നെ ശരീഅത്ത് നിയമങ്ങൾ ഉൾക്കൊള്ളുവാനും അത് പ്രായോഗികമാകുവാനൊക്കെ കൂടുതൽ ഉചിതം ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങുമ്പോഴാണ്. ഒരു വിഷയം പെട്ടെന്ന് എല്ലാം ശരീഅത്ത് നിയമങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇറങ്ങുമ്പോൾ അത് സ്വാഭാവികമായും പ്രയാസകരമായി തീരും. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പല ഹിക്മത്തുകളും ഈ വിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങുന്നതിന് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉലൂമുൽ ഖുർആനിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ
ഈ ഒരു ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് സഹോദരി സൂചിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തിനാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയാം. ഈ ഉലൂമുൽ ഖുർആൻ എന്നതിൽ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നുസൂലുൽ ഖുർആൻ, ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട അധ്യായം. അതായത് ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ, അതേപോലെ അതിൻ്റെ കാലഘട്ടം, ഹിജ്റക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതാണെങ്കിൽ മക്കി സൂറത്തുകളുമെന്നും ഹിജ്റക്ക് ശേഷം അവതീർണമായതിന് മദനി സൂറത്തുകളെന്നും, അതേപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഉലൂമുൽ ഖുർആനിൻ്റെ ഗ്രന്ഥങ്ങൾ. എന്ന് വെച്ചാൽ നാസിഖ് മൻസൂഖ്, മക്കി മദനി, അതേപോലെ തന്നെ തഫ്സീർ, മുഫസ്സിറുകളുടെയൊക്കെ നിബന്ധനകൾ, അങ്ങനെ തുടങ്ങി പല ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ശാസ്ത്രത്തിനാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുക. അതിൻ്റെ ആധികാരികമായ പഠനം പ്രത്യേകിച്ച് ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന അധ്യാപകരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഉലൂമുൽ ഖുർആൻ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. അതിൻ്റെ തുടക്കം മുതൽ നാം ആരംഭിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മുഖദ്ദിമ ഫി ഉസൂലി തഫ്സീർ എന്ന ഗ്രന്ഥം, അതൊരു കൃതിയാണ്, ചെറിയ ഗ്രന്ഥമാണ്. അതിൻ്റെ വിശദാംശം അടക്കം നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മുഖദ്ദിമ ഫി ഉസൂലി തഫ്സീർ എന്ന ഗ്രന്ഥം ആരംഭിക്കുകയും അങ്ങനെ പടിപടിയായിട്ട് ഉലൂമുൽ ഖുർആനിൻ്റെ ആധുനികരായ പല പണ്ഡിതന്മാരും എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെയുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ തഫ്സീറിൻ്റെ ഉസൂലിൽ എഴുതിയ ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ മഹത്തുക്കളായ പല ഇമാമിയങ്ങളും ഈ വിഷയത്തിൽ വിശദമായ ഗ്രന്ഥങ്ങൾ, അതൊക്കെ ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അറബി ഭാഷയൊക്കെ അത്യാവശ്യം പഠിച്ചതിന് ശേഷം ഉപയോഗപ്പെടുത്തേണ്ട റെഫറൻസുകളാണ് ഇമാം സുയൂത്തിയുടെ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ, അതേപോലെ തന്നെ ഇമാം ബദ്രുദ്ദീൻ സർക്കശിയുടെ അൽ ബുർഹാൻ ഫി ഉലൂമിൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കുകയും അതേപോലെ തന്നെ തഫ്സീറിൻ്റെ ദർസുകളൊക്കെ നടത്തുകയും ചെയ്യുന്ന അധ്യാപകരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇവിടെ നാം സാന്ദർഭികമായി സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിആയ ഇൽമ് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്ന് നാം പഠിച്ചു. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അവതീർണമായത് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഈ അവതരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, പലരും മനസ്സിലാക്കിയതുപോലെ ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന കേവലം ഇമാം ഹഫ്സിന്റെ റിവായത്ത് നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓതുന്നുണ്ട്. അതിൻ്റെ മുസ്ഹഫാണ് നാം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു റിവായത്ത് പ്രകാരം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിശുദ്ധ ഖുർആനായിട്ട് അവതീർണമായത് എന്ന ധാരണയാണ് പലർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല ഇസ്ലാമിക ശത്രുക്കൾ ഈ ഒരു സംഗതി മനസ്സിലാക്കി. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അതേപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും അതേപോലെ യുക്തിവാദികളുമൊക്കെ ഈ ഒരു സംഗതി മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിമീങ്ങളെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ വിഷയത്തിൽ ഇഷ്കാലി വസ്വാസൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ നല്ലൊരു മേഖല ഇതാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ വിശുദ്ധ ഖുർആൻ നിങ്ങളും തെറ്റിദ്ധരിച്ചതുപോലെ യാതൊരു പുള്ളി വ്യത്യാസമില്ലാതെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നല്ലേ നിങ്ങളെ മദ്രസയിലൊക്കെ പഠിപ്പിച്ചത്? എന്നാൽ അങ്ങനെയല്ല കാര്യം, മറിച്ച് പല വ്യത്യാസങ്ങളുമുണ്ട്, അങ്ങനെ പല റിവായത്തുകളുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകളുടെ മുസ്ഹഫിന്റെ കോപ്പികളൊക്കെ കാണിച്ചുകൊണ്ട് വർഷിന്റെ വേർഷൻ, ഖാലൂനിന്റെ വേർഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വ്യത്യാസങ്ങളും ഖുർആനിലുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ആൾക്കാർക്കും ഇഷ്കാൽ ഉണ്ടാക്കി. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എത്ര ഇഷ്കാൽ ഉണ്ടാക്കാൻ പരിശ്രമിച്ചാലും അതിനൊക്കെ കൃത്യമായ മറുപടി അൽഹംദുലില്ലാ വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്യേണ്ടതില്ല, മറിച്ച് കുട്ടികൾ തന്നെ കൊടുത്തോളും. കാരണം
വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ഇന്ന് വരെ 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടും കുട്ടികൾ പോലും വ്യത്യസ്ത റിവായത്തുകൾ ഉൾപ്പെടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ സഹീഹായ ഹദീസ്, ഒരു അസറും നാം മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹിശാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു, ഇരുപേരും സഹാബിമാരാണ്. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്ന് ചോദിക്കപ്പെട്ടാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഉത്തരമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉത്തരം. ഷിയാക്കൾക്ക് വേറെ അഭിപ്രായമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദലായ ശ്രേഷ്ഠനായ സഹാബി വര്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹിശാമും ഉപ്പയും ഇരുപേരും സഹാബിമാരാണ്. അങ്ങനെ ഹിശാം റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു സൂറത്തുൽ ഫുർഖാനിന് ഏതാനും ആയത്തുകൾ. അങ്ങനെ പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് പഠിപ്പിച്ചു കൊടുത്ത ഹർഫുകളല്ല, പദങ്ങളല്ല ഹിശാം ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സംശയമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഷോൾഡർ പിടിച്ചുകൊണ്ട് തന്നെ റസൂൽ അടുക്കിലേക്ക് കൊണ്ടുപോയി. കാരണം ഖുർആനിൽ പല മാറ്റങ്ങളും വരുത്തി എന്ന തെറ്റിദ്ധാരണ സംഭവിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഹർഫുകൾ പ്രകാരമല്ല ഹിശാം ഇബ്നു ഹക്കീം റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ വിട്ടയക്കുക അദ്ദേഹത്തെ. അങ്ങനെ ഹിശാമിനോട് പാരായണം ചെയ്യാൻ പറഞ്ഞു. ഹിശാം പാരായണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്രകാരമാണ് ഹക്കദാ ഉൻസിലത് അലൈ, ഇപ്രകാരമാണ് എനിക്ക് ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അങ്ങനെ ഉമറിനോട് പറഞ്ഞു, താങ്കൾ പാരായണം ചെയ്യുക. ഉമറും പാരായണം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കുകയും ഇപ്രകാരമാണ് എനിക്ക് അവതീർണമായിട്ടുള്ളത് എന്നും പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഇഷ്കാല് തീർക്കുവാൻ വേണ്ടി സഹാബികൾക്കൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഒരു തെളിവ്. ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബ്അതി അഹ്റുഫ് ഫഖ്റഊ മാ തയസ്സറ മിൻഹു. അതായത് ഈ വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത 7 രീതികളിലൂടെയാണ് അവതരിക്കപ്പെട്ടത്. നിങ്ങൾ അതിൽ എളുപ്പമായത് നിങ്ങൾക്ക് പാരായണം ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും എന്ന് മാത്രമല്ല, പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഇത് മുതവാത്തിറാണ് എന്ന് പല മഹത്തുക്കളായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വായിക്കാറുള്ള ഹദീസുകൾക്കപ്പുറം, അതായത് ഏറ്റവും വിശ്വസനീയമായ ഹദീസുകളുടെ ആ ഒരു നിലവാരമാണ് മുതവാത്തിറിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സംഘം സഹാബിമാര് നബിയിൽ നിന്ന് ഉദ്ധരിക്കുകയും ഒരു സംഘം താബിഈങ്ങൾ സഹാബിമാരിൽ നിന്നും, അങ്ങനെ അത്ബാഉ താബിഈങ്ങൾ മുതൽ സംഘമായി നമ്മിലേക്ക് എത്തിപ്പെട്ട റിവായത്തുകൾക്കാണ് മുതവാത്തിറ എന്ന് പറയാം. അപ്പോ ഹദീസുകൾ സംബന്ധിച്ചിടത്തോളം മുതവാത്തിറത്തായ ഹദീസുകൾ വിരളമാണ്, കുറവാണ്. അവയിൽപ്പെട്ടതാണ് ഈ ഹദീസ്. അതേപോലെ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ എന്ന ഹദീസും മുതവാത്തിറാണ്. അതായത് മുതവാത്തിറായ ഹദീസുകൾക്ക് ഉദാഹരണം നൽകുമ്പോൾ ഹദീസ് നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സാധാരണയായിട്ട് പണ്ഡിതന്മാര് ഉദ്ധരിക്കാറുള്ള ഹദീസാണ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ഇത് മുതവാത്തിറായ ഹദീസാണ്. മുതവാത്തിർ എന്ന് പറയുമ്പോൾ 2 ഇനങ്ങളാണ് പ്രധാനമായും. ഒന്ന് ലഫ്ദിയായ മുതവാത്തിർ, അതായത് പദങ്ങളടക്കം മുതവാത്തിറായി വന്നത്. അതിനുള്ള ഉദാഹരണമാണ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ
ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, വല്ലവനും എൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുകയും എൻ്റെ പേരിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റിൽ ഇരുന്നു കൊള്ളട്ടെ എന്ന ഹദീസ്. വളരെ അപകടകരമായ ഒരു വിഷയം തന്നെയാണ്. നബി വസല്ലമയുടെ പേരിൽ ഒരു കളവ് നാം നബിയിലേക്ക് ചേർത്തുകൊണ്ട് പറയുക. അതുകൊണ്ട് തന്നെയാണ് വ്യാജ ഹദീസുകൾ ഒരിക്കലും നബിയുടെ പേരിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതിനൊക്കെ വലിയ ശിക്ഷയാണ്. എന്നാൽ ബിദ്അത്തിന്റെ ആൾക്കാർ ഈ വിഷയത്തിൽ ലാഘവത്തോടെയാണ്, അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പല ബിദ്അത്തുകളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ ഈ വ്യാജ ഹദീസുകൾ ധാരാളമായി ഉദ്ധരിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. സഹീഹായ സുന്നത്തിൽ ഉറച്ചു നിൽക്കുവാനും സഹീഹായ സുന്നത്ത് മുറുകെ പിടിക്കുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു ഹദീസ്, അതായത് വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത 7 രീതികളിലൂടെയാണ് അവതീർണമായി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഹർഫിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി എത്തിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് വഹ്യാകുന്നു. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവ ദു മിർറത്തിൻ ഫസ്തവ. അതായത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് അതിശക്തനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഈ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നബിക്ക് വഹി ഇറങ്ങിയിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ആകട്ടെ ഈ വ്യത്യസ്ത 7 ഹർഫുകളിലൂടെയാണ് അവതീർണമായിട്ടുള്ളത്. ഫഖ്റഉ മാ തയസ്സറ മിൻഹു, അതിൽ എളുപ്പമായത് നിങ്ങൾ പാരായണം ചെയ്യുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹർഫുകളിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ സഹാബിമാർക്ക് പലർക്കും പഠിപ്പിച്ചു കൊടുത്തു. ഒരു പക്ഷേ എല്ലാ സഹാബിമാർക്കും ഒരേപോലെ പഠിപ്പിച്ചു കൊടുക്കണമെന്നില്ല. നമുക്കറിയാമല്ലോ, സഹാബിമാരിൽ പലർക്കും പല പ്രത്യേകതകളുമുണ്ട്, സവിശേഷതകളുമുണ്ട്. ഇപ്പോ വിശുദ്ധ ഖുർആൻ പാരായണ വിഷയത്തിൽ ഏറ്റവും അഗ്രഗണ്യനായ പ്രാവീണ്യമുള്ള അവഗാഹമുള്ള സഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വഅഖറഉഹും ഉബയ്, അതായത് സഹാബിമാരിൽ ഏറ്റവും ഖുർആൻ പാരായണം അറിയാവുന്ന സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഹാബിമാരിൽ പല പ്രത്യേകതകളുമുള്ള സഹാബിമാരുണ്ട്. ഈ നമ്മുടെ മവാരീസ് എന്ന് പറഞ്ഞാൽ ഫറായിദ്, അനന്തരാവകാശ വിഷയങ്ങളിൽ ഏറ്റവും അവഗാഹമുള്ള സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. വഅഫ്റദുഹും സെയ്ദുൻ വഅഖ്ദാഹും, അതായത് ഖദാ സംബന്ധമായ വിധി കർത്തൃത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഖദാഇന്റെ വിഷയത്തിൽ അവഗാഹമുള്ള സഹാബി അലിയാണ്. വഅഖ്ദാഹും അലിയുൻ. അതേപോലെ വഅർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ വഅശദ്ദുഹും ഫി അംരില്ലാഹി ഉമർ വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയപ്പെട്ട ഹദീസാണ്. അപ്പൊ അതിലുള്ള ഒരു വാചകമാണ് വഅഖ്റഉഹും ഉബയ്, അതായത് അവരിൽ ഖുർആൻ പാരായണം അറിയാവുന്ന സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചല്ലോ, യാ ഉബയ് അയ്യു ആയത്തിൻ അഅ്ളമു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ കിതാബിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്, സൂക്തം ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾക്ക് ഇൽമ് താങ്കൾക്ക് കൂടുതൽ ഉപകാരപ്പെടട്ടെ, സന്തോഷം പകരട്ടെ എന്ന പ്രാർത്ഥനയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഉബയ്യോട് സംസാരിച്ചു എന്നാണ്. അങ്ങനെ പല സഹാബികൾക്കും വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഹർഫുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവഗാഹമുള്ള സഹാബിമാരിൽപ്പെട്ട
സഹാബിമാരാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹി മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും പോലെയുള്ള സഹാബിമാരൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നല്ല അവഗാഹമുള്ള സഹാബിമാരായിരുന്നു. നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത പാരായണങ്ങളുടെ പരമ്പരകൾ അവസാനിക്കുന്നതും ഈ പറഞ്ഞ സഹാബികളിലേക്കാണ്. അപ്പൊ എന്താണ് ഈ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഹർഫുകൾ എന്ന് പറഞ്ഞാൽ? അതായത് ഖുർആൻ പാരായണത്തിന്റെ വ്യത്യസ്ത രീതികൾ, അഥവാ ഈണത്തിന്റെയും ശബ്ദത്തിന്റെയും ഈണ വ്യത്യാസമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് വാക്കുകളിലും അക്ഷരങ്ങളിലും ഉച്ചരിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ സൂറത്തുൽ ഫാത്തിഹ നാം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്നു മാലിക് യൗമിദ്ദീൻ, എന്നാൽ മറ്റു റിവായത്തുകളിൽ ഖിറാഅത്തുകളിൽ മലിക് യൗമിദ്ദീൻ കാണാൻ പറ്റും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സ്വാദ് കൊണ്ട് നാം ഓതുന്നു. മറ്റു ഹർഫുകളിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സീന് കൊണ്ട്, അതേപോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഷ്മാമ് കൊണ്ട്, അതേപോലെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഹാക്ക് കസ്ർ കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുന്നു. എന്നാൽ ഇമാം ഹംസ, യാക്കൂബുൽ ബസ്രി പോലെയുള്ള ഖാരിഇങ്ങളുടെ ഖിറാഅത്ത് നോക്കിക്കഴിഞ്ഞാൽ അലൈഹും ദമ്മയാണ്. അതേപോലെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അലൈഹിം സുക്കൂന് കൊണ്ടാണ്. ഇമാം ഖാലൂന്, ഇബ്നു കസീർ, അബൂ ജഅഫറിന്റെ ഒക്കെ ഖിറാഅത്ത് പ്രകാരം സിറാത്തൽ ലദീന അൻഅംത അലൈഹിമു ഇങ്ങനെയാണ്. അതേപോലെ പല സന്ദർഭങ്ങളിലും ഈ ഇമാനത്തുള്ള ഖിറാഅത്തുകളുണ്ട്. വദ്ദുഹേ വല്ലൈലി ഇദാ സജേ മാ വദ്ദഅക റബ്ബുക വമാ ഖലേ. ഈ ചെരിവിനാണ് ഇമാനത്ത് എന്ന് പറയാ. നമ്മുടെ റിവായത്തിൽ ഇമാനത്തുള്ള വാക്ക് ഒരു വാക്ക് മാത്രമേ ഖുർആനിലുള്ളൂ. കാരണം ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ, മജ്രേഹ. എന്നാൽ മറ്റു വാക്കുകളിലൊന്നും നമുക്ക് ഇമാനത്തില്ല. അപ്പോ സ്വാഭാവികമായും ഇങ്ങനെയുള്ള നിയമങ്ങളിലൊക്കെ നല്ല ഇളവുള്ള അഥവാ പ്രയാസമല്ലാത്ത ലഘുവായ ഒരു റിവായത്താണ് ഇമാം ഹഫ്സിന്റെ റിവായത്ത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ആധുനികരായ പല മുസ്ലിമീങ്ങളും ബഹുഭൂരിപക്ഷം നമ്മൾ പാരായണം ചെയ്യുന്നതും ഇമാം ഹഫ്സിന്റെ റിവായത്ത് പ്രകാരമാണല്ലോ. പല നിയമങ്ങളിലും പാരായണ വ്യത്യാസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള റിവായത്ത് തീർച്ചയായിട്ടും ഇമാം ഹഫ്സിന്റെ റിവായത്താണ്. അപ്പോ ഈ 7 ഹർഫുകൾ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്ഥിരപ്പെട്ട റിവായത്തുകൾ പ്രകാരം സ്വഹാബിമാര് താബിഈങ്ങൾക്കും താബിഈങ്ങൾ അത്ബാഉ താബിഈങ്ങൾക്കും അങ്ങനെ താബിഈങ്ങളുടെയും അത്ബാഉ താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധരായ 10 ഖുർആ ഉണ്ടായിരുന്നു. 10 ഖാരിഈങ്ങൾ, ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ ഏറ്റവും അവഗാഹമുള്ള 10 ഖാരിഈങ്ങൾ. ഈ 10 ഖാരിഈങ്ങൾ ആരൊക്കെയാണ്? ഇമാം നാഫിഇ അൽ മദനി, ഇബ്നു കസീർ അൽ മക്കി, അബൂ അംർ അൽ ബസ്രി, ഇബ്നു ആമിർ അശ്ശാമി, അതേപോലെ ആസിം അൽ കൂഫി, ഹംസ അൽ കൂഫി, അലി അൽ കിസായി, അബൂ ജഅഫർ അൽ മദനി, അബൂ ജഅഫർ അൽ മദനി, യാക്കൂബ് അൽ ബസ്രി, ഖലഫ് അൽ ബസ്സാർ. ഈ 10 ഖാരിഈങ്ങൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധരായ ഖാരിഈങ്ങളായി മാറി. അങ്ങനെയാണ് ഈ ഖുർആൻ പാരായണ ശാസ്ത്രം ഈ 10 ഖാരിഈങ്ങളിലേക്ക് ചേർക്കപ്പെടുകയും അങ്ങനെ അവരിലൂടെ അറിയപ്പെടുകയും അങ്ങനെയാണ് 10 ഖിറാഅത്തുകൾ എന്ന സാങ്കേതിക പ്രയോഗം ഉടലെടുത്തത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ 7 ഹർഫുകൾ ഇവര് മുഖേന അറിയപ്പെടുകയും അങ്ങനെ പരമ്പരകൾ ഇവരിലൂടെ മാറ്റം ചെയ്യപ്പെടുകയും അതായത് മറ്റുള്ള തലമുറകളിലേക്ക് നൽകപ്പെടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ഇപ്പോഴും ലോക മുസ്ലിമീങ്ങൾ ഈ 10 ഖാരിഈങ്ങളുടെ ഖിറാഅത്തുകൾ എന്ന് പറയുമ്പോൾ അവർ കണ്ടുപിടിച്ചതല്ല, അവരിലൂടെ പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഏറ്റവും അവഗാഹമുള്ള പണ്ഡിതന്മാരായതുകൊണ്ട് തന്നെ ഖാരിഈങ്ങളായതുകൊണ്ട് തന്നെ ഒരു വിഷയം ഒരാൾ പഠിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധനാകുമ്പോൾ അയാളുടെ പേരിലേക്ക് ചേർക്കപ്പെടുകയല്ലോ. ആ നിലക്കാണ് ഈ അൽ ഖിറാഅത്തുൽ അശ്ർ ഈ 10 ഖാരിഈങ്ങളുടെ പേരിലേക്ക് ചേർക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്?
അതിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതീർണമായ 7 വ്യത്യസ്ത ഹർഫുകളാണ്. 10 പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചപ്പോൾ 10 പണ്ഡിതന്മാരിലേക്ക് അത് ചേർക്കപ്പെട്ടു. അപ്പൊ നമ്മളിപ്പോ ഇമാം ഹഫ്സിന്റെ റിവായത്ത് നമ്മൾ പാരായണം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആധികാരികമായ ശാസ്ത്രീയമായ വശം എന്താണ്? തീർച്ചയായിട്ടും അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു കാലഘട്ടം വരെ അവസാനിക്കുന്ന, നബിയിലേക്ക് അവസാനിക്കുന്ന പരമ്പരയാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ നമ്മളിപ്പം ഖുർആൻ പാരായണം പഠിക്കുന്നു, ഹിഫ്ളാക്കുന്നു, നല്ല അവഗാഹമുള്ള ഉസ്താദിന് അല്ലെങ്കിൽ ഒരു ഉസ്താദത്തിന് ഓതിക്കൊടുക്കുന്നു. ആ ഉസ്താദക്ക് ഇജാസയുള്ള ഉസ്താദത്താണെങ്കിൽ നിങ്ങൾക്ക് ഇജാസ കൈമാറുന്നു. എന്താണ് ഇജാസ കൈമാറെന്ന് പറഞ്ഞാൽ അവരുടെ ഉസ്താദ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കുന്നവരെ പരമ്പര, നബി വരെ എത്തിക്കുന്ന പരമ്പര കൈമാറുക. അപ്പൊ എന്താണ്? ഒരു സമ്മതപത്രമാണത്. അതായത് നിങ്ങൾക്കും ഖുർആൻ പഠിപ്പിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന യഥാർത്ഥ സർട്ടിഫിക്കേഷനാണത്. മനസ്സിലായല്ലോ? അങ്ങനെ സഹോദരിമാരെ, ഈ 10 ഖിറാഅത്തുകൾക്കും എന്തുണ്ട്? ഇജാസത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഹഫ്സിന്റെ റിവായത്തിലുള്ള ഇജാസ പോലെ തന്നെ ഈ 10 ഖിറാഅത്തുകൾക്കും ഇജാസത്തുണ്ട്. അതിന്റെ ശാസ്ത്രീയമായ വശമാണ് നാം ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നത്. അതിലേക്ക് ധാരാളം വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ഖുർആൻ പാരായണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും മഹത്തായ ഒരു ശാസ്ത്രമാണ്. കാരണം ഖുർആനുമായി നേർക്ക് നേരെ ബന്ധമുള്ള, ഖുർആൻ എങ്ങനെയാണോ അവതീർണമായത് അതിന്റെ യഥാർത്ഥ ലഫ്ദുകൾ നാം മനഃപ്പാഠമാക്കുകയും അതിന്റെ ഉച്ചാരണം പഠിക്കുകയും തീർച്ചയായിട്ടും വളരെ പ്രതിഫലമുള്ള ഒരു കാര്യം തന്നെയാണ്, മഹത്തായ ഒരു ശാസ്ത്രം തന്നെയാണ് ഈ വ്യത്യസ്ത ഖുർആൻ പാരായണ ശാസ്ത്രം. അപ്പൊ അതിന്റെ നിബന്ധനകൾ എന്ന് പറയുമ്പോൾ ഒരു ഖുർആൻ പാരായണമായി നമുക്ക് സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനകൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ നിബന്ധന, വ്യത്യസ്ത ഈ ഖുർആൻ പാരായണങ്ങൾ, അതിന്റെ അസാനീദുകൾ, അതിന്റെ പരമ്പരകളൊക്കെ മുതവാത്തിറത്തായിരിക്കണം. ഖുർആൻ പാരായണം മുതവാത്തിറത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സംഘമായി നമ്മിലേക്ക് എത്തിപ്പെട്ട പാരായണമായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള നിബന്ധനകളൊന്നും ശരിക്ക് ഒത്തുചേരാത്ത ദുർബലമായ പാരായണങ്ങൾക്ക് അൽ ഖിറാഅത്തു ഷാദ്ദ, അൽ ഖിറാഅത്തു ഷവാദ് എന്നൊക്കെ പണ്ഡിതന്മാരെ വിളിക്കും. അതിൻ്റെതായ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. ഇദാ ജാഅ ഫത്ഹുല്ലാഹി വന്നസ്ർ, അങ്ങനെയുള്ള ഖിറാഅത്ത് ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതും പാരായണം ചെയ്യാൻ പാടില്ല, കാരണം മുതവാത്തിറത്തല്ല. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫംദൂ ഇലാ ദിക്രില്ലാഹ്, ഒരു ഷാദ്ദായ ഖിറാഅത്താണത്. അപ്പോൾ മുതവാത്തിറത്തായിരിക്കാൻ നിർബന്ധമാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള റിവായത്തുകൾക്ക് പരമ്പര നോക്കിക്കഴിഞ്ഞാൽ സഹീഹായിരിക്കും, പക്ഷെ മുതവാത്തിറായിരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ പാരായണം ചെയ്യപ്പെടുന്ന പല ഹർഫുകളും മൻസൂഹാക്കപ്പെട്ടിട്ടുണ്ട്, ഉയർത്തപ്പെട്ടിട്ടുണ്ട്. നാസിഖ് മൻസൂഖിന്റെ വിഷയം പഠിക്കുമ്പോൾ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതീർണമായ പല ആയത്തുകളും അള്ളാഹു ഉയർത്തി കളഞ്ഞിട്ടുണ്ട്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, അതായത് ഏതൊരു ആയത്തും നാം ഉയർത്തുകയോ അല്ലെങ്കിൽ മറപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നാം അതിനേക്കാൾ ഖൈറായതോ അല്ലെങ്കിൽ അതിനോട് തുല്യപ്പെട്ടതോ ഒന്നും നാം കൊണ്ടുവരും. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാസിഖ് മൻസൂഖിന്റെ വിഷയം പ്രത്യേകിച്ച് ഉലൂമുൽ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ സഹീഹുൽ ബുഖാരി കാണാൻ പറ്റും, വമാ ഖലഖ അസ്സകറ വൽ ഉൻസ എന്ന ആയത്തിന് പകരം വസ്സകരി വൽ ഉൻസ എന്ന പാരായണ പ്രകാരം ചില സഹാബികളൊക്കെ ഓതിയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആദ്യം അവതരിക്കപ്പെട്ട ഒരു പാരായണമായിരുന്നു അത് മൻസൂഖാക്കപ്പെട്ടതാണെന്ന് ആ ഹദീസിന്റെ ഷർഹുകളിൽ കാണാൻ സാധിക്കും. ഫത്ഹുൽ ബാരി, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി ആണല്ലോ സഹീഹുൽ ബുഖാരിയുടെ ഷർഹുകളിൽ ഏറ്റവും പ്രസിദ്ധമായ ആധികാരികമായ ഒരു ഷർഹാണ് ഫത്ഹുൽ ബാരി ഷർഹു സഹീഹുൽ ബുഖാരി. ഹിജ്റ 852 മരണപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഗ്രന്ഥമാണിത്. അതിലൊക്കെ പറയുന്നുണ്ട് ഈ ഹദീസിന്റെ ഷർഹിൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികളൊക്കെ പാരായണം ചെയ്തിരുന്ന പാരായണമായിരുന്നു വസ്സകരി വൽ ഉൻസ. അത് മൻസൂഖാക്കപ്പെട്ടതാണെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്,
മൻസൂഹാക്കപ്പെട്ട അല്ലെങ്കിൽ മുതവാത്തിർ അല്ലാത്ത ഖുർആൻ പാരായണങ്ങളെ പ്രകാരം ഓതാൻ പാടില്ല. അതേപോലെ തന്നെ സഹോദരിമാരെ, നാം ശ്രദ്ധിക്കേണ്ടതാണ്, ഖുർആൻ എഴുതേണ്ട നിയമങ്ങളുണ്ട്. നാം ഖുർആൻ എഴുതുമ്പോൾ അതായത് ചില ആയത്തുകൾ മാത്രം എഴുതുക എന്നല്ല, ഖുർആൻ പരിപൂർണമായിട്ടും ഒരു മുസ്ഹഫിൽ നാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രോഡീകരിക്കുമ്പോൾ നിർബന്ധമായിട്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ അവിടുന്ന് സ്വീകരിച്ച ഒരു ലിപിയുണ്ട്. അതിനാണ് ഉസ്മാനി ലിപി എന്ന് പറയുന്നത്, റസ്മുൽ ഉസ്മാനി. ആ ഉസ്മാനി ലിപി സ്വീകരിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും ഖുർആൻ ഓതണം. അതല്ലാത്ത ഖുർആൻ കോപ്പികളുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയണമെന്നാണ് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത്. നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലൊക്കെ അൽ ഹറമൈൻ മുസ്ഹഫോ അങ്ങനെയൊക്കെ എന്തൊക്കെ പഴയ കാലത്ത് ഉസ്മാനി ലിപി അല്ലാത്ത ലിപി പ്രകാരം എഴുതിയിരുന്നു അത്രേ. അപ്പൊ ആ മുസ്ഹഫ് എന്ത് ചെയ്യണം? അത് കത്തിച്ച് കളയണം എന്ന് തന്നെയാണ് അതിൻ്റെ. അതല്ലാതെ അത് പിന്നെ വേസ്റ്റിലേക്ക് ഇടുക, അതൊന്നും പാടില്ല. കാരണം ഖുർആൻ എണ്ണിക്കലാകുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന കാലഘട്ടത്തിൽ ഉസ്മാനി ലിപി പ്രകാരം ഖുർആൻ എഴുതിയതിന് ശേഷം അതിന് വ്യത്യസ്ത കോപ്പികളൊക്കെ പല പ്രദേശങ്ങളിലേക്കും നാടുകളിലേക്കും അയച്ചതിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉത്തരവ് നൽകി. അത് ആധികാരികമായ ഔദ്യോഗികമായ ഉത്തരവ്. അതിന് വിരുദ്ധമായ കോപ്പികളൊക്കെ കത്തിച്ചു കളയണം എന്ന ഉത്തരവ് നൽകി. അപ്പൊ അതിനടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോ ഇവിടെ ഫംദു ഇലാ ദിക്രില്ല, അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊള്ളണം എന്നാണ്. പക്ഷെ അതിന്റെ ശരിക്കുള്ള പാരണം എന്താണ്? ഫസ്ഔ ഇലാ ദിക്രില്ല. ഇതാണ് ഇപ്പോൾ സ്ഥിരപ്പെട്ട മുതവാത്തിറത്തായ ഖിറാഅത്ത്. മറ്റേതോ ഖിറാഅത്തുൻ ഷാദ്ദ. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു, തഫ്സീർ പഠിക്കുവാൻ വേണ്ടി തഫ്സീറിന്റെ സന്ദർഭത്തിൽ ഖുർആനിന്റെ അർത്ഥം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഷവാദായ ഖിറാഅത്തുകൾ ഉപയോഗപ്പെടുത്താൻ പാടുണ്ടോ? ഉപയോഗപ്പെടുത്താൻ പാടുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ വീക്ഷണം. അതുകൊണ്ട് തന്നെ തഫ്സീറിന്റെ കിതാബുകളിൽ ധാരാളം ഷവാദായ ഖിറാഅത്തുകൾ കാണാൻ സാധിക്കും. അതെന്തിനാണത്? അതായത് ഖുർആൻ പാരായണത്തിന്റെ തഫ്സീർ മനസ്സിലാക്കുവാനും പഠിക്കുവാനും. ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്നതിന്റെ മഅന എന്താണ്? ഫംദു ഇലാ ദിക്രില്ലാ എന്ന ഷാദായ ഖിറാഅത്ത് ഉപയോഗപ്പെടുത്താം, പക്ഷെ ഖുർആൻ പാരായണം നടത്താൻ പാടില്ല എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നമസ്കാരത്തിലാകട്ടെ, നമസ്കാരത്തിന് പുറമെയാകട്ടെ, മുതവാത്തിറത്തായ ഈ പറഞ്ഞ 10 ഖിറാഅത്തുകൾ പ്രകാരം മാത്രമേ ഓതാൻ പാടുള്ളൂ. മൂന്നാമത്തെ നിബന്ധന, അറബി ഭാഷാ നിയമങ്ങളുമായി യോജിച്ച ഖിറാഅത്തായിരിക്കണം. അറബി ഭാഷാ നിയമങ്ങൾ നമുക്കറിയാലോ, അതിന് നഹ്വും സർഫും കാര്യങ്ങളൊക്കെ. അതിന് വിരുദ്ധമായ ഖുർആൻ പാരായണ ആകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 നിബന്ധനകളും ഒത്തുചേർന്ന ഖിറാഅത്തുകളാണ് അൽ ഖിറാഅത്തുൽ അശ്ർ, ഈ 10 ഖിറാഅത്തുകൾ. നേരത്തെ എണ്ണിപ്പറഞ്ഞ 10 ഇമാമിങ്ങളിലേക്ക് ചേർക്കപ്പെട്ടത്. ഇപ്പൊ നമുക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നമ്മൾ പാരായണം ചെയ്യുന്ന റിവായത്ത് ഇമാം ഹഫ്സിന്റെ റിവായത്താണെന്ന് നാം കേൾക്കാറുണ്ട്, അല്ലേ? അപ്പോ ഇമാം ഹഫ്സ് ആരിൽ നിന്നാണ് ഖിറാഅത്ത് പഠിച്ചത്? ഇമാം ആസിമിന്റെ ശിഷ്യനാണ്. ഈ 10 ഖാരിഈങ്ങളിൽപ്പെട്ട ഒരു ഖാരി ആണ് ഇമാം ആസിം. ഇമാം ആസിമിന് 2 ശിഷ്യന്മാരുണ്ട് പ്രധാനമായിട്ടും, ഹഫ്സ്, ശുഅബ. ഇമാം ഹഫ്സ് റഹിമഹുല്ല ഇമാം ആസിമിൽ നിന്ന് പഠിച്ചു. ഇമാം ആസിം അബു അബ്ദുറഹ്മാൻ സുലമി എന്ന പ്രസിദ്ധ താബിഈയിൽ നിന്ന് പഠിച്ചു. ഇമാം അബു അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ല പ്രസിദ്ധ താബിഈയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദ് ഇബ്നു സാബിത്ത്, അലി ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹും പോലെയുള്ള പ്രഗത്ഭരായ സഹാബിമാരിൽ നിന്ന് നേർക്കുനേരെ ഖുർആൻ പാരായണം പഠിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അതായത് അബു അബ്ദുറഹ്മാൻ സുലമി, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം അൽ കൂഫയിലെ ജുമുഅത്ത് പള്ളിയിൽ അൽ ജാമിഉൽ കബീറിൽ 40 വർഷം ഖുർആൻ പാരായണം പഠിപ്പിച്ചു. അവിടുന്ന് ചോദിക്കപ്പെട്ടു, താങ്കൾക്കുള്ള ഇത്രയും കാലം, ദീർഘകാലം ഖുർആൻ പഠിപ്പിച്ചല്ലോ, അപ്പൊ അതിന്റെ പ്രചോദനം എന്താണ്? എനിക്കുള്ള പ്രചോദനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ട ഹദീസാണ്. അതായത് അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال خيركم من تعلم القرآن وعلمه. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു. ഇതാണ് എനിക്കുള്ള പ്രചോദനം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖുർആനിന്റെ അഹലുകാരായി മാറ്റുവാനും ഖുർആനിന്റെ ആൾക്കാരായി മാറ്റുവാനും ഖുർആനിന്റെ ശുപാർശ ലഭിക്കുന്ന
യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആനുമായി നാം ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ വ്യത്യസ്ത ശാഖകൾ അത് വിശാലമായ ഒരു മേഖലയാണ്. അപ്പൊ ഖുർആൻ പാരായണവുമായി നാം ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും മിനിമം യഥാർത്ഥത്തിൽ ഖുർആന് ഹിഫ്ള് പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശം വല്ലവർക്കും ഉണ്ടെങ്കിൽ ഖുർആന് ഹിഫ്ള് പൂർത്തീകരിച്ചതിന് ശേഷം ഒരു റിവായത്തിനെങ്കിലും, അറ്റ്ലീസ്റ്റ് ഇമാം ഹഫ്സിന് റിവായത്തിലെങ്കിലും ഒരു ഇജാസത്ത് കരസ്ഥമാക്കുക എന്നത് ശരിക്ക് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. കാരണം അതിൻ്റെ ആധികാരികത അങ്ങനെയാണ്. അതല്ലാതെ മറ്റുള്ള ശാസ്ത്രങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് പോലെയല്ല ഇത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന വിശുദ്ധമായ പരമ്പരയുള്ള ഒരു ഇജാസത്താണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇജാസത്ത് നാം ആധികാരികമായിട്ട് നമുക്ക് കൈവശപ്പെടുത്തുവാൻ അത് ഖുർആൻ പൂർണ്ണമായിട്ട് മനഃപ്പാഠമാക്കുകയും അത് ഉസ്താദിന് ഓതിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്കത് ലഭിക്കാൻ സാധിച്ചാൽ വലിയൊരു ഖൈറ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അവസരവും അതേപോലെ തന്നെ ആരോഗ്യവും ആവേശവും ആഗ്രഹവും താല്പര്യവും നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹിഫ്ദ് ആക്കുകയും അത് ഏറ്റവും നല്ല രൂപത്തിൽ അവഗാഹത്തിൽ പാരായണം ചെയ്യുവാൻ സാധിക്കുന്ന ആള് സഫറത്തുകളായ മാന്യന്മാരായ മഹത്തുക്കളായ മലക്കുകളുടെ ആ സ്ഥാനത്താണുള്ളത്. അവർക്ക് വലിയ സ്ഥാനമാണ്. എന്നാൽ അതിനൊന്നും സാധിച്ചിട്ടില്ല. ഖുർആൻ പ്രയാസത്തോടെ പരിശ്രമിച്ചുകൊണ്ട് പ്രയാസത്തോടെ ഓതി അബദ്ധം സംഭവിച്ചാൽ തന്നെ 2 പ്രതിഫലമാണ്. എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ പാരായണത്തിനും അതേപോലെ ആ പരിശ്രമത്തിനും ഒക്കെ പ്രതിഫലമുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ ആ ഒരു വിഭാഗം അതിന് അപ്പുറമുള്ള വലിയ വലിയ സ്ഥാനമാണ്. കാരണം അതിലേക്ക് അത് എത്തിപ്പെട്ടത് തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലൂടെയാണ്, പല പരിശ്രമങ്ങളും കടന്നുകൊണ്ടാണ് അവർ ആ ഒരു പദവിയിലേക്ക് എത്തിപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഒരു അവസരം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന് പാരായണം ചെയ്യുകയും അതനുസരിച്ച് അമല് ചെയ്യുകയും ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരായി തീരുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വിഷയം ധാരാളമായി പറയാനുണ്ട്. എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട ചില തലങ്ങളൊക്കെ സ്പർശിച്ചുകൊണ്ടാണ് ഇവിടെ നാം വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട ഇനി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള വേറൊരു അവസരം ഇൻഷാ അള്ളാഹ് അതിന്റെ സംഘാടകര് സംഘടിപ്പിക്കുകയാണെങ്കിൽ യാതൊരു വിരോധവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരിമാർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഇത് ശ്രവിക്കുകയും ചെയ്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ വബാറക ഫീക്കും വനഫഅ ബിക്കുമുൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.